നിബിൻ അവിടെയാണ് ചോദ്യം. നിബിൻ പറയൂ, ടിക്കറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ജ്യോതി ശർമ്മയെ വിളിച്ചു എന്നുള്ളത് നിങ്ങൾ ആരോപണമാണ്. അല്ല, കണ്ടവർ പറഞ്ഞതാണ്, അത് അനുഭവിച്ചവർ പറഞ്ഞതാണ്. അവരെ കാണാനായി ഒരുപാട് നേതാക്കൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നിബിൻ എടുത്ത് പറയുന്നതല്ലോ കാര്യം. അത് നിങ്ങൾ പറയുന്നതാണ്, നിങ്ങൾ പറയുന്നത് ദാറ്റ് ഈസ് യുവർ അക്യൂസിഷൻ. ഐഡി കാർഡ് ഇല്ലാത്ത അല്ല, ഞാൻ പറയുന്നത് പ്രോസിക്യൂഷൻ എഴുതി ബജ്രംഗ് ദളിനെ വിളിച്ചതാരാണ്? ഞാൻ വളരെ ക്ലിയർ ആയി പറയുന്നു. പോലീസിനാണ് പറഞ്ഞത്. റെയിൽവേ പോലീസിന് ഇൻഫോം ചെയ്യാൻ ദാറ്റ്സ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ ഫോളോ ചെയ്യണ്ടേ? അയാളുടെ ഡ്യൂട്ടി അയാൾക്ക് ചെയ്യണ്ടേ? ബജ്രംഗ് ദളിനെ ഇൻഫോം ചെയ്തതാണോ ഛത്തീസ്ഗഡിൽ പോലീസിന്റെ ഡ്യൂട്ടി? അതാ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വേർഡ്സ് എന്റെ വായിലിടാൻ നിങ്ങൾ ദയവ് ചെയ്ത് മെനക്കെടരുത്. നിബിന്റെ പ്രസ്ഥാനവും പറയുന്നത് നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങണോ? അത് അനുഭവിച്ച കന്യാസ്ത്രീകൾ, ആ മനുഷ്യർ, ഞങ്ങൾക്ക് പറയാനുള്ളത് അവരോട് ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ വളരെ ക്ലിയർ ആയി പറഞ്ഞല്ലോ, ഐ ഡി കാർഡ് ഇല്ലായിരുന്നു. ഐ ഡി കാർഡ് ഇല്ലാത്തതുകൊണ്ട് TTR റെയിൽവേ പോലീസ് ഐ ഡി കാർഡ് ഇല്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ടിക്കറ്റ് ഇല്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പരിശോധിക്കേണ്ടത്. ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഐ ഡി കാർഡ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളോട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞു. ഞാൻ വാദത്തിന് വേണ്ടി അല്ല, നിങ്ങൾ അതൊന്ന് പറ. നിങ്ങൾ അതൊന്ന് പറ. നിങ്ങൾ അതൊന്ന് പറ. അതൊന്ന് പറ. നിങ്ങൾ ഇതൊന്ന് പറ. അതൊന്ന് പറ. നിങ്ങളോട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞു. താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു. ഐ ഡി കാർഡും ഇല്ല, ഞാൻ അസ്വസ്ഥനായിട്ടേ ഇല്ല. ഐ ഡി കാർഡും ഇല്ല, ടിക്കറ്റും ഇല്ല. അപ്പോൾ ഐ ഡി കാർഡും ടിക്കറ്റും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇറങ്ങേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത് റെയിൽവേ പോലീസാണോ ബജ്രംഗ് ദളാണോ? അത് മാത്രം പറയൂ. റെയിൽവേ പോലീസാണ്, എന്താ സംശയം? അപ്പോൾ ഇവിടെ ചോദ്യം ചെയ്തത് ബജ്രംഗ് ദളല്ലേ? അല്ല, ഇന്ന് നിങ്ങളാണ് പറയുന്നത്. അല്ല, ദൃശ്യങ്ങൾ പറയുന്നു. ദൃശ്യങ്ങൾ കള്ളം പറയില്ല സുഹൃത്തെ, ദൃശ്യങ്ങൾ കള്ളം പറയില്ല. ജ്യോതി ശർമ്മ ആരാണ്? ആരോപണമാണ്. ജ്യോതി ശർമ്മ ആരാണ്? ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദൾ നേതാവാണോ? അവരാണ് ചോദ്യം ചെയ്തത്. ജ്യോതി ശർമ്മ ആരാണ്? റെയിൽവേ പോലീസാണോ? അല്ല, ബജ്രംഗ് ദളിന്റെ കേസ് രജിസ്റ്റർ ചെയ്ത് എടുക്കാൻ പറ്റില്ലല്ലോ. കേസ് രജിസ്റ്റർ ചെയ്ത് കൊഗ്നൈസൻസ് എടുത്തത് റെയിൽവേ പോലീസാണ്. അപ്പോൾ എന്തിനായിരുന്നു അവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്ന് ഇവരുടെ ബാഗ് ഒക്കെ പിടിച്ചു വാങ്ങുന്നത് കണ്ടോ? എന്തിനായിരുന്നു അത്? ഇവർ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്, ഈ നിലയിൽ ഇവിടെ ഇനി ആളുകൾ വന്നാൽ കൊന്നു കളയുമെന്നൊക്കെ. അതൊക്കെ പറയാൻ ഇവർ ആരാണ്? എന്നിട്ടും അവരിപ്പോൾ അവിടെ സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ഏതോ ദൃശ്യങ്ങൾ കാണിച്ച് അൺപ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് എക്സീഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ജോൺസൺ അച്ഛനോട് അല്ല, നിങ്ങൾ ഏതോ ദൃശ്യം കാണിച്ച് നിങ്ങളുടെ ഒരു സ്റ്റോറി പറഞ്ഞ് അതിനോട് എക്സീഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ജോൺസൺ അച്ഛനോട് അല്ല ഒരൊറ്റ അത് നിങ്ങൾ പറയുന്നത് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ഇവരൊക്കെ നിങ്ങൾ അങ്ങനെ അല്ലല്ല. ഞാനൊരു വ്യതിയാലി ചൊല്ലി, നിങ്ങൾ പറയുന്നു അങ്ങനെയല്ല പറയുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഫാബ്രിക്കേഷൻ. ആ നിൽക്കുന്ന സ്ത്രീയുടെ പേരാണ് പറഞ്ഞത്, ജ്യോതി ശർമ്മ. അവർ ആരാണെന്നുള്ളത് താങ്കൾക്ക് അറിയില്ലേ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അവർ ബജ്രംഗ് ദളിന്റെ നേതാവാണ് ഛത്തീസ്ഗഡിലെ. അല്ല, അത് ഇവർ ഹറാസ് ചെയ്തു, ഗരാവോ ചെയ്തു, ഇവരെ എന്താ പറയാ, ഇവരെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ്. സുഹൃത്തെ, ഞാൻ പറയുന്നതല്ല. നിങ്ങൾ ആ ദൃശ്യങ്ങൾ കാണുന്നില്ല. അരുൺ, ചെറിയൊരു കമന്റ്. എനിക്ക് ഇടവേളയ്ക്ക് പോകണം. ഒരു ഒറ്റ മിനിറ്റ് ഒരു കമന്റ്. അരുൺ, ഇവിടെ പച്ചയായ നുണ വന്ന് പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ടല്ലോ. ഇവിടെ നിയമം കയ്യിലെടുക്കാനും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ആക്രമിക്കാനും ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ബജ്രംഗ് ദൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു യുവജന വിഭാഗമാണെന്ന് അവർ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഇവർക്ക് നിയമം കയ്യിലെടുത്ത് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ആക്രമിക്കാനും ഇന്നന്നെ ആളുകൾ മതം മാറി എന്ന് തീരുമാനിക്കാനും ഇത് മനുഷ്യക്കടത്താണെന്ന് തീരുമാനിക്കാനും ഇവർക്ക് പട്ടാളത്തിന് ജോലി കൊടുത്തിട്ടുണ്ടോ? പോലീസിന്റെ ജോലി കൊടുത്തിട്ടുണ്ടോ? അവരവരുടെ ഡ്യൂട്ടി ചെയ്താൽ പോരെ? ഇവിടെ നിയമം കയ്യിലെടുത്ത് പോലീസ് ഒത്താശ ചെയ്യുകയാണ്. അരാജകത്വത്തിലേക്ക് ഈ നാട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇതൊക്കെ കൃത്യമായി വീഡിയോ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഇത്തരം നുണ പ്രചരിപ്പിക്കുന്നത്. അവിടെ കൃത്യമായി ബെയിലിനെ എതിർത്തില്ലെന്നൊക്കെ വന്ന് പറയുക. ആ ബെയിൽ ഓർഡറിൽ തന്നെ പറഞ്ഞു പ്രോസിക്യൂഷൻ വെഹുമെന്റി ഒപ്പോസിഡ് എന്ന് അതിൽ കൃത്യമായിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ നുണയെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? സത്യം കൃത്യമായിട്ടുണ്ട്. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ മടങ്ങി വരാം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെ പോലും അതല്ല, അത് നടന്നിട്ടില്ല എന്നുള്ളത് ആവർത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അപ്പോൾ കേരളത്തിലെയും BJP, ഛത്തീസ്ഗഡിലെയും BJP രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളത് അടിവരയിടുക കൂടി ചെയ്യുന്നുണ്ട്.